എക്സസൈസ് 11.2-ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓൺലി ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റേത് ആദ്യം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് അതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതണം. എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 2⁴, 3�6 ഇതുപോലെ എഴുതുന്നതാണ് എക്സ്പൊണൻഷ്യൽ ഫോം. അപ്പോൾ ആ ഫോമിൽ എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 108 × 192. ഫസ്റ്റ് നമുക്ക് 108നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിക് റൂൾസ് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇത് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഫാക്ടറൈസേഷൻ ചെയ്യാൻ. പ്രൈം നമ്പറിൽ തന്നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11 എക്സെട്ര അല്ലേ? അപ്പോൾ അങ്ങനെ തുടർന്ന് പോകും. അപ്പോൾ പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് വേണം ഉപയോഗിക്കാൻ. ഇനി ഈവൻ നമ്പറാണ് നമ്മുടെ നമ്പർ എങ്കിൽ ഏത് യൂസ് ചെയ്യണം? 2 എന്നുള്ള ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 വെച്ച് വേണം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇവിടെ 108 എന്ന് പറയുമ്പോൾ ഒരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 വെച്ച് ചെയ്യാം. അപ്പോൾ 2ൽ 10, ഫസ്റ്റ് ഡിജിറ്റ് 1 2-നേക്കാളും ചെറുതാണ്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് നെക്സ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കാം. അപ്പോൾ 10 ആയി. 10ൽ 2 എത്ര ടൈംസ് പോകും? 5. 5 2s are 10. ഇനി നെക്സ്റ്റ് 8 ആണ്. 2ൽ 2 എത്ര പ്രാവശ്യം പോകും? 4 2s are 8. 54 കിട്ടി. 54 ഒരു ഈവൻ നമ്പറാണ്, നമുക്ക് അതുകൊണ്ട് തന്നെ 2 വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 2ൽ എത്ര ടൈംസ് പോകും? 2 2s are 4. അപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ 6 ആയി പോകും. 6 എന്ന് പറയുമ്പോൾ 5-നേക്കാളും വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് തൊട്ട് താഴെയുള്ള നമ്പർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 എടുത്തത്. അപ്പോൾ 2 2s are 4. അപ്പോൾ ഇവിടെ 5 ആണ്, നമുക്ക് 2 2s are 4 ആയിരുന്നു. അപ്പോൾ ബാലൻസ് എന്തുണ്ട്? 5 - 1 ഒരു 1 ഉണ്ട്. ആ 1 നെക്സ്റ്റ് നമ്പറിലേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ എന്തായി? 14. ഈ നമ്പർ നമ്മൾ ഇനി 14 എന്ന് വായിക്കും. 14ൽ 2 എപ്പോഴാണ് വരുന്നത്? 7. 7 2s are 14. മനസ്സിലായി? ഒന്നും കൂടെ പറഞ്ഞുതരാം. 54 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആയത് നമ്മൾ ചൂസ് ചെയ്തു. ഇനി 5 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, അപ്പോൾ തൊട്ടടുത്ത് വരുന്നത് 2 2s are 4 ആണ്. 3 2s are വരുമ്പോൾ 6. അപ്പോൾ ഇതിനേക്കാളും ബിഗ്ഗർ ആകാൻ പാടില്ല. അപ്പോൾ 2 2s are 4 വന്നു. 4 വരുമ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് ഈ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1. ആ 1 നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 14 ആയി. 14ൽ 2 7 ടൈംസ്. 7 2s are 14. അപ്പോൾ ഇവിടെ 27. ഇനി നമുക്ക് 27 കിട്ടിയല്ലോ. 27 എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് നമ്പറല്ല? ഈവൻ നമ്പർ അല്ല. ഇനി അപ്പോൾ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ എന്താണ്? 2 കഴിഞ്ഞാൽ 3 ആയിരുന്നു. ഈ 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഈ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 27 എന്ന് പറയുമ്പോൾ ഡിജിറ്റുകൾ 2ഉം 7 ആണ്. അപ്പോൾ 2 + 7 2 + 7 എന്ന് പറയുമ്പോൾ 9. 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്ന നമ്പറാണ് നമ്മുടെ 9. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യാം? 3 വെച്ച് 3ൽ 27 എപ്പോഴാണ് വരുന്നത്? 9. 9 3s are 27. ഇനി 9 എന്നുള്ള നമ്പറാണ്. ഈ 9 വെച്ച് ചെയ്യരുത്. 9 ഒരു പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് ചെറിയ സ്മോളസ്റ്റ് പ്രൈം നമ്പർ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 3ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 3s are 9. ഇനി ഈ 3 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 എത്ര ടൈംസ്? 1 3s are 3. ലാസ്റ്റ് 1 കിട്ടുന്ന വരെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ച് ചെയ്യാം. ഇനി ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണെങ്കിൽ ചെറിയ അടുത്ത നെക്സ്റ്റ് പ്രൈം നമ്പറാണ് 3 വെച്ച് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റുകൾ നമ്മൾ ഏതാണ് നമ്പർ, ആ നമ്പറിൻ്റെ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 3 വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ആൻസർ ഇതിലോട്ട് എടുത്ത് എഴുതാം. 108 ആണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്. 2 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 2 ടൈംസ്. അപ്പോൾ 2⁻²2 എഴുതി. ഇനി അടുത്ത് 3 ആണ്. 3 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 1 2 3. അപ്പോൾ 3 എത്ര ടൈംസ്? 3 ടൈംസ്. അപ്പോൾ 2⁻² 2 × 3⁻³ കിട്ടി. ഇനി നമുക്ക് അടുത്ത നമ്പർ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഏതായിരുന്നു? 108. 108ൽ 192. 192 എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. സോ നമുക്ക് 2 വെച്ച് ചെയ്യാം. 19ൽ 2 9 ടൈംസ്. 9 2s are 18. 19 എന്നുള്ള നമ്പർ 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷേ നമുക്ക് തൊട്ടടുത്ത നമ്പർ തന്നെ 18 ആണ് അല്ലേ? 9 2s are 2 × 9 ആണ് 18.
അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 9 2s are 18. അപ്പോൾ 18 ആണ്, ഇവിടെ 19 ആയതുകൊണ്ട് ബാലൻസ് ഒരു 1 ഉണ്ട്. ആ 1 തൊട്ടടുത്ത നമ്പറിലേക്ക് എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് 12 2 6 times 6 2s are 12. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. 9 2 4 times 4 2s are 8. ബാലൻസ് ഒരു 1 ഉണ്ട്. ഇവിടെ 16 2 8 ആണ്. 8 2s are 16. ഇനി 42 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ, സോ 2 വെച്ച് ചെയ്യാം. 4 2 എത്രയാണ്? 2 2s are 4. 8 4 2s are 8. 24 2 വെച്ച് തന്നെ 1 2s are 2. ഇനി അടുത്തത് 4 ആണ്. 4 2 എത്ര ടൈംസ് പോകും? 2 2s are 4. ഇനി 12, സോ 2 വെച്ച് തന്നെ ചെയ്യാം. 6 2s are 12. ഇനി 6 എന്നുള്ളത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ എത്ര വെച്ച്? 3 2s are 6. പെട്ടെന്ന് നിങ്ങൾ 6 കാണുമ്പോൾ 3 കൊണ്ട് ചെയ്യരുത്. കാരണം 3 2s are 6 അല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് 3 കൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്, പ്രൈം നമ്പർ ചെറുത്. അത് കഴിഞ്ഞിട്ടാണ് 3 വരുന്നത്. 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്പറായ 3 കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് 6 എന്നുള്ളതിന് നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് 2 വെച്ച് ആദ്യം ചെയ്തത്. അപ്പോൾ 3 2s are 6 എന്ന് എഴുതി. ഇനി 3നെ 3 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് 1 കിട്ടി. 1 3s are 3. നമുക്ക് എന്തെടുത്ത് എഴുതാം? 2 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 5 6. 2 raised to 6 ഇൻറ്റു ഒരു 3 ഉണ്ട് അല്ലേ? അപ്പോൾ 3 കൂടെ എടുത്ത് എഴുതാം. അപ്പോൾ 2 raised to 6 ഇൻറ്റു 3. അപ്പോൾ 2 raised to 2 ഇൻറ്റു 3 raised to 3 ഇൻറ്റു 2 raised to 6 ഇൻറ്റു 3 എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ബേസ് സെയിം ഉള്ളത് ഒന്നിച്ച് എഴുതാം. 2 raised to 2 ഇൻറ്റു 2 raised to 6 ഇൻറ്റു ഇനി ഈ 3 ഒരുമിച്ച് എഴുതാം. 3 raised to 3 ഇൻറ്റു 3. ഇനി നമ്മൾ ഒരു റൂൾ പഠിച്ചിട്ടുള്ള എക്സ്പോണൻഷ്യൽ ലോ പ്രകാരം പഠിച്ചിട്ടുള്ളതാണ്. സെയിം ബേസ് ആണെങ്കിൽ a raised to m ഇൻറ്റു a raised to n. ഇനി സെയിം ബേസ് ആണെങ്കിൽ അതിൻ്റെ പവേഴ്സ് തമ്മിൽ ബേസ് ചെയ്തിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ ചെയ്യാമല്ലോ. ഇവിടെ ചെയ്തതിന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ സെയിം ബേസ് ഉള്ളത് 2. അപ്പോൾ 2 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2 raised to 2 plus 6 ഇൻറ്റു ഇവിടെ ഇൻറ്റു ആണ്, സോ ഇവിടെ ഇൻറ്റു. ഇനി 3 ഇവിടെ സെയിം ബേസ് ഉള്ള 3 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 3 എഴുതി. പവേഴ്സ് എന്താണ്? ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ 3 ആണ്. ഇവിടെ പവർ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 1 ഉണ്ട് അല്ലേ? വെറുതെ ഒരു നമ്പർ എഴുതിയാൽ അത് 1 ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ സംഖ്യ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 3 പ്ലസ് ഈ 1 കൂടെ എഴുതി 3 + 1 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എഴുതാം. 2 raised to 2 + 6 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 3 raised to 3 + 1 4. അപ്പോൾ ആൻസർ ഈസ് 2 raised to 8 ഇൻറ്റു 3 raised to 4. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് കണ്ടിട്ട് അത് എന്ത് ഫോമിൽ എഴുതി? എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതി. ഓക്കെ, എനിക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 270. അപ്പോൾ നമുക്ക് ആദ്യം ഫാക്ടറൈസേഷൻ ചെയ്യാം. 270 എന്ത് നമ്പറാണിത്? ഈവൻ നമ്പറാണ് അല്ലേ? 0 വരുന്നത് ഈവൻ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച്. അപ്പോൾ 0 5ഉം 5ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ള വരുന്നതാണ്. അത് ലാസ്റ്റ് ഡിജിറ്റ് 25 30. അപ്പോൾ ഇതൊക്കെ നമ്മുടെ 5ൻ്റെ മൾട്ടിപ്ലൈ വന്നതാണ്. അതുകൊണ്ട് 5 വെച്ച് ചെയ്യരുത്. കാരണം 0 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 കൊണ്ടല്ലാതെ ചെയ്യേണ്ടത്. നമ്മൾ 2 വെച്ച് ചെയ്തു. 1 2s are 2. ഇനി 7 2ൽ 3 times 3 2s are 6. അപ്പോൾ ഇവിടെ 7 ആണ്, ബാലൻസ് ഒരു 1 ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ നമ്പറിലേക്ക് നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ എന്തായത്? 10. 10ൽ 2 5 times 5 2s are 10. അപ്പോൾ കിട്ടിയത് 135. 135 എന്നുള്ളത് ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. 1 + 3 + 5. 1 + 3 + 5 എന്ന് പറയുമ്പോൾ 9 ആണ്. 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്കിതിന് എന്ത് ചെയ്യണം? 3 വെച്ച് ചെയ്യണം.
അല്ലാതെ 5 വെച്ച് ചെയ്യരുത്. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 135ൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആകുമ്പോൾ 5 വെച്ച് ചെയ്യരുത്. കാരണം 5നേക്കാളും ചെറിയ പ്രൈം നമ്പർ ഉണ്ട് നമ്മളിവിടെ 3. ആ 3 വെച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5 വെച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ നമ്പറിന് 3 വെച്ച് ചെയ്യാൻ പറ്റും. 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾക്ക് പെട്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്കതിനെ ആ ഡിജിറ്റുകൾ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 135 നമ്മൾ 3 വെച്ച് ചെയ്തു. 30ൽ 3 എത്ര ടൈംസ് ആവും? 4 3s 12 ആണ്. ഇവിടെ 13 ആണ്. അപ്പോൾ ബാലൻസ് ഒരു 1 ഉണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തു 15ൽ 3 5 ടൈംസ് 5 3s 15. ഇനി 45ഉം 5 കൊണ്ടല്ല ആദ്യം ചെയ്യേണ്ടത്, ആദ്യം 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 45ൽ ഡിജിറ്റൽ നമ്മൾ ആഡ് ചെയ്യുക 4+5 എന്ന് പറയുമ്പോൾ 9. 4+5 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമുക്കിത് 3 വെച്ച് ചെയ്യാം. 1 3s 3, ബാലൻസ് ഒരു 1 വരും അല്ലേ. 1 3s 3 ആണ്. ഇവിടെ 4 ആയതുകൊണ്ട് ബാലൻസ് 1 ഉണ്ട്. അതിവിടെ എഴുതുക 15ൽ 3 5 ടൈംസ് 5 3s 15. ഇനി 15 എന്നുള്ളത് 15 എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യുക 1+5 എന്താ 6 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 3 വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ 15ൽ 3 5 ടൈംസ് 5 3s 15. ഇനി 5നെ നമുക്ക് ലാസ്റ്റ് പ്രൈം നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5നെ 5 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 1 5s 5. നമുക്ക് തന്നെ എടുത്തെഴുതാം 2 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈമുള്ളൂ. അപ്പോൾ 2 എടുത്ത് എഴുതി ഇൻറ്റു 3 എത്ര ടൈംസ്? 1 2 3. അപ്പോൾ 3 വന്നു. ഇൻറ്റു 5 1 ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ 5. അപ്പോൾ ആൻസർ ഈസ് 2 ഇൻറ്റു 3 ഇൻറ്റു 5. തേർഡ് ക്വസ്റ്റ്യൻ 729 ഇൻറ്റു 64. അപ്പോൾ നമുക്ക് 729നെ ആദ്യം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. ലാസ്റ്റ് ഡിജിറ്റ് 9 ആയതുകൊണ്ട് ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 3 ആണ്. 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ അറിയണം? 7 + 2 + 9 ഈ ഡിജിറ്റുകൾ നമ്മളൊന്ന് ആഡ് ചെയ്യാം. 7 + 2 + 9 എന്ന് പറയുമ്പോൾ 10 16 17 18 ആണ് അല്ലേ. 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 എന്നുള്ളത് എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ് നമ്മുടെ 18. അതുകൊണ്ട് നമുക്കിതിനെ 3 വെച്ച് ചെയ്യാം. ഇനി 3ൽ 7 2 ടൈംസ് 3 2s 6 ആണ്. ബാലൻസ് ഒരു 1 ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 12 ആയി. 12ൽ 3 4 ടൈംസ് 4 3s 12. ഇനി 9 ആണ്. 9ൽ 3 ടൈംസ് 3 3s 9. ഇനി 243. ഇത് നമുക്ക് 3 വെച്ച് ചെയ്യണം. ഇത് ഓർഡർ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 243 എന്ന് പറയുമ്പോൾ 2 + 4 + 3. ആൻസർ എത്രയാണ്? 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെയും 3 വെച്ച് ചെയ്യാം. അപ്പോൾ 24ൽ 3 8 ടൈംസ് 8 3s 24. ഇനി ബാലൻസ് 3ൽ 3 1 ടൈം 81 ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാം. 8 + 1 9. അപ്പോൾ 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ച് ചെയ്യാം. ഇനി 81ൽ 3 ആദ്യം 8 എടുക്കാം. 3ൽ എത്ര ടൈംസ് പോകും? 2 3s 6. ബാലൻസ് 2 ഉണ്ട്. അതിവിടെ എഴുതി. അപ്പോൾ 21 ആയി. 21ൽ 3 7 ടൈംസ് 7 3s 21. പിന്നെ ഇതുപോലെ 27 ആഡ് ചെയ്ത് നോക്കുക. 2 + 7 9 ആണ്. 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 3 വെച്ച് ചെയ്യാം. ഇനി 27ൽ 3 9 3s 27. 9 3 വെച്ച് 3 3s 9. 3നെ ഇനി നമുക്ക് 3 വെച്ച് മാത്രമേ പറ്റുള്ളൂ. കാരണം 1 3s 3. ഇനി ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. 729 നമ്മൾ ചെയ്തത് 3 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 1 2 3 4 5 6. 3 6 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 64ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 64 ഈവൻ നമ്പറാണ്. സോ നമുക്ക് 2 വെച്ച് ചെയ്യാം. 3 2s 6. ഇനി 4ൽ 2 ടൈംസ് 2 2s 4. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 2 വെച്ച് ചെയ്യാം. 1 2s 2. ഇവിടെ 3 ആണ്. ബാലൻസ് അതുകൊണ്ട് 3 2 - ഒരു 1 ഉണ്ട്. ആ 1 ഇവിടെ എഴുതി. 12 ആയി. 12ൽ 2 6 ടൈംസ് 6 2s 12. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യാം. 8 2s 16. 2 വെച്ച് 4 2s 8. ഇനി 4നെ നമുക്ക് എന്ത് വെച്ച് തന്നെ ചെയ്യാം? 2. കാരണം ഇതെല്ലാം ഈവൻ നമ്പറാണ്. ഇനി 4ന് 2 വരുമ്പോൾ 2 2s 4. 2നെ 2 വെച്ച് മാത്രം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5 6.
അപ്പോൾ 3�6 ഇൻറ്റു 2�6 എന്ന് കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ 768. ഇനി 768 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ ഈവൻ നമ്പറാണ്, നമുക്ക് ആദ്യം 2 വെച്ച് ചെയ്യാം. 3 2s are 6. ഇവിടെ 7 ആണ്. സോ ബാലൻസ് 1 ഇവിടെ എഴുതി. 16 2 8 times. 8 2s are 16. ഇവിടെ ഉള്ളത് 8 ആണ്. 8 2 4 times. 4 2s are 8. ഈവൻ നമ്പറാണ്, 2 വെച്ച് ചെയ്യാം. 1 2s are 2. ബാലൻസ് 1 ഇവിടെ 18 ആയി. 18 2 9 times. 9 2s are 18. ഇനി 4 2 2 times. 2 2s are 4. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫാക്ടറൈസേഷൻ്റെ ഇത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് ഈവൻ നമ്പറാണ്, 2 എടുക്കുക. അപ്പോൾ 19ൽ 2 1 ചെറുതായതുകൊണ്ട് ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കും അല്ലേ. അപ്പോൾ 19ൽ 2 9 times. 9 2s are 18. 18 ആണ്. ഇവിടെ 19 ആണ്. സോ ബാലൻസ് 1 ഉണ്ട്, ഇവിടെ എഴുതി. 12ൽ 2 6 times. 96ൽ 2 4 2s are 8. ഇപ്പോൾ ഇവിടെ 9 ആണ്. ബാലൻസ് 1 ഉണ്ട്, 16 ആയി. 16ൽ 2 8 times. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. 4ൽ 2 2 2s are 4. 8ൽ 2 4 2s are 8. ഇനി 24 ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ 2 വെച്ച് ചെയ്യാം. 1 2s are 2 2 2s are 4. 2 വെച്ച് ചെയ്യാം. 6 2s are 12. ഇനി 6നെയോ 2 വെച്ച് തന്നെ. 3 2s are 6. 3നെ 3 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 1 3s are 3. ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാലോ. 2ൻ്റെ എത്ര എഴുതണം? 1 2 3 4 5 6 7 8. അപ്പോൾ 8 times 2 എഴുതിട്ടുണ്ട്. അപ്പോൾ 2�8. ഇൻറ്റു 3 എത്ര ടൈംസ് വന്ന്? 1 ടൈം. 3. അപ്പോൾ ആൻസർ ഈസ് 2�8 ഇൻറ്റു 3. അപ്പോൾ ഇതുപോലെ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടിട്ട് അത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ വേണം ഉപയോഗിക്കാനായിട്ട്. ഈവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ച് ചെയ്യാം. അത് 0 ലാസ്റ്റ് വന്നെയാണെങ്കിലും 2 വെച്ചാണ് ചെയ്യേണ്ടത്, 5 വെച്ച് ചെയ്യരുത്. ഇനി 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കിട്ടുന്ന ആൻസർ 3യുടെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് 3 വെച്ച് ചെയ്യാം. ഇനി 3 വെച്ച് ചെയ്യാൻ പറ്റാത്ത സംഖ്യകൾ മാത്രമേ. ഇപ്പോൾ 25 എന്നുള്ളത് 2 + 5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 7 ആണ്. അല്ലെ 2 + 5 എന്ന് പറയുമ്പോൾ 7 ആണ്. 7 എന്നുള്ള 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ 7 അല്ല ആൻസർ. ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല 7. അപ്പോൾ സോ നമുക്കിതിനെ എന്തുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ? 2 3 അടുത്ത പ്രൈം നമ്പർ എന്താ? 5. അപ്പോൾ നമുക്ക് 5 വെച്ച് ചെയ്യാം. അല്ലെ 25ന് 5 വെച്ച് ചെയ്യാം. 5 5s are 25. അപ്പോൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.